വിശ്വവിഖ്യാത സാഹിത്യകാരൻ വൈക്കം മുഹമ്മദ് ബഷീർ ഓർമ്മയായിട്ട് ഇന്നേക്ക് 30 വർഷം. 1994 ജൂലൈ 5 ബഷീർ വിടവാങ്ങിയത്. ഇന്ന് ഈ ഗ്രന്ഥശാലയിൽ അദ്ദേഹത്തെ തിരയുമ്പോൾ എൻ്റെ കയ്യിൽ വന്നുടക്കിയത് ഈ പുസ്തകത്തെ പറ്റിയുള്ള രഹസ്യങ്ങളാണ്. മലയാളത്തിലെ ക്ലാസിക് സിനിമയായ ഭാർഗവി നിലയത്തിലെ പ്രേതഭവനം എന്ന വിശേഷണമുള്ള നിലമ്പൂരിലെ DF ബംഗ്ലാവിലെ ഞാനും എൻ്റെ ഓർമ്മകളും. നീല വെളിച്ചത്തിന്റെ കഥ വികസിപ്പിച്ച് നമ്മുടെ സ്വന്തം വൈക്കം മുഹമ്മദ് ബഷീർ എഴുതിയ തിരക്കഥയെ ആശ്രയിച്ചുള്ള മലയാള ചലച്ചിത്രം ഇറങ്ങിയത് 1964 സംവിധായകൻ N. വിൻസെന്റിന്റെ ആദ്യ ചിത്രം. ഭാവനാസമ്പന്നനായ ഒരു സാഹിത്യകാരൻ ഏകാന്തമായ ഒരു താമസ സ്ഥലം അന്വേഷിച്ച് ഏറെക്കാലം നടന്നതിന്റെ ഫലമായി അനുയോജ്യമായ ഒരിടം കിട്ടി. ചുരുങ്ങിയ വാടക. ബഷീർ സന്തോഷിച്ചു. പക്ഷേ പിന്നീടാണ് അതൊരു പ്രേതബാധയുള്ള വീടാണെന്ന് അദ്ദേഹം അറിഞ്ഞത്. ആ വീടിന്റെ മുറ്റത്തുള്ള കിണറ്റിൽ അവൾ ചാടി മരിച്ചു. സാഹിത്യകാരൻ അദൃശ്യമായ ആ സുന്ദരിയെ വളരെ സ്നേഹത്തോടെ ഭാർഗവിക്കുട്ടി എന്ന് വിളിച്ചു. ഏകാന്തത തളം കെട്ടി നിൽക്കുന്ന പ്രസ്തുത മന്ദിരത്തിൽ ഒരു പ്രേതത്തിന്റെ ചലനങ്ങൾ അയാൾ തിരിച്ചറിഞ്ഞു. കിട്ടിയ തെളിവുകളും ഭാവനകളും ചേർത്ത് അയാൾ നീല വെളിച്ചത്തിന് രൂപം എന്തിന് ബഷീറിനെ വായിക്കണം, എന്തിന് ബഷീറിനെ ഓർക്കണം? ഈ 2 ചോദ്യങ്ങൾക്കും ഒരൊറ്റ ഉത്തരം മതിയാകും. നമ്മിൽ ഏറിയ പേർക്കും ജീവിക്കാൻ സാധിക്കാത്ത ജീവിതം ജീവിച്ചു കാണിച്ച പച്ചയായ മനുഷ്യനായിരുന്നു വൈക്കം മുഹമ്മദ് ബഷീർ. അദ്ദേഹത്തിന്റെ ഓർമ്മകൾക്ക് മുമ്പിൽ സാദരം സമർപ്പിക്കും.